അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. സമയമാകുമ്പോൾ നമ്മളെക്കൊണ്ട് പടച്ചറബ് ഓരോന്ന് തോന്നിപ്പിക്കുക. എന്നിട്ട് നമുക്കൊക്കെ പറഞ്ഞു നടക്കാൻ ഒരു കാരണവുമില്ലാതെ ഇന്നേ വരെ ആരും മരണപ്പെട്ടിട്ടുമില്ല. നമുക്കൊക്കെ പറഞ്ഞു നടക്കാൻ ഓരോ കാരണങ്ങൾ പടച്ചറബ് ഉണ്ടാക്കി തരികയാണ്. മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്, കാരണങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ. മരണം വെച്ച് വിളിച്ചതുപോലെയാണ് ആ പൊന്നുമോള് അവിടെ എത്തിയത്. ആ പൊന്നുമോളെ കൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നിപ്പിച്ചത്. അല്ലാതെ ആ പൊന്നുമോൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുമോ? ബന്ധുവിൻ്റെ വീട്ടിൽ പോവാനും ഇങ്ങനെ മരണപ്പെടാനും? പ്രിയപ്പെട്ടവരെ, തൃശ്ശൂർ ജില്ലയിൽ ദേശമംഗലം വറവട്ടൂർ നസറുദ്ദീൻ്റെ മകൾ ഹസ്ന എന്ന 19 വയസ്സുകാരി ഇങ്ങനെയായിരുന്നു മരണപ്പെട്ടത്. ചില മരണങ്ങൾ നമ്മളെ വല്ലാതെ ഞെട്ടലുണ്ടാക്കും. അതുപോലൊരു മരണമായിരുന്നു അവിടെ സംഭവിച്ചത്. ഇന്നലെ ഞായറാഴ്ച വൈകിട്ട് 6:30 ഈ ഒരു സംഭവം നടക്കുന്നത്. തളിയിലെ ബന്ധുവായ തറയിൽ ഹൈദ്രോസിൻ്റെ വീട്ടിൽ വിരുന്നു പോയതായിരുന്നു ഹസ്ന എന്ന ഈ ഒരു പൊന്നുമോള്. ഹസ്നയും കുടുംബത്തിലെ മറ്റു 2 കുട്ടികളുടെ കൂടെ തൊട്ടടുത്തുള്ള നെൽവയലിനോട് ചേർന്ന് കിടക്കുന്ന കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ആ മോള് മരണം വെച്ച് വിളിച്ചതുപോലെയാണ് അവിടെ എത്തിയത്. ആ ഒരു കുടുംബത്തിൽ പോകാനും ആ കുടുംബത്തിലെ 2 മക്കളോടൊപ്പം ആ ഒരു കുളത്തിൽ ഇറങ്ങാനും സമയമാകുമ്പോൾ പടച്ചറബ് ഓരോന്ന് തോന്നിപ്പിക്കുകയാണ്. ആ ഒരു കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ പൊന്നുമോള് വെള്ളത്തിൽ താഴ്ന്നു പോവുകയായിരുന്നു. യാ അല്ലാഹ്, മറ്റു 2 കുട്ടികൾക്ക് ചെറുതായി നീന്തൽ അറിയുന്നത് കൊണ്ട് തന്നെ അവരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. പാവം ഹസ്ന എന്ന പൊന്നുമോള് വെള്ളത്തിൻ്റെ ആഴത്തിൽ അകന്നു പോവുകയായിരുന്നു. അവസാനം വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിലാണ് രാത്രി 8:30 ആ പൊന്നുമോളുടെ മയ്യത്ത് കണ്ടെത്തിയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. പലതരത്തിലുള്ള മരണങ്ങളാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തിച്ചത്. മരണവാർത്ത എത്തിക്കുക മാത്രമല്ല നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. ആ ഒരു കുടുംബത്തിൻ്റെ വേദനയിലാണ് ഞാനും നിങ്ങളും ഇതിലൂടെ പങ്കുചേർന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ ഒരു സ്ത്രീ മരണപ്പെട്ടിരുന്നു. ആ സ്ത്രീ മരണപ്പെട്ടത് മരിക്കുമെന്ന് ഭയന്ന് അറ്റാക്കായി മരണപ്പെട്ടു. ഒരു രോഗവുമില്ല, 3 ചെറിയ മക്കളുണ്ട്. അവർക്ക് മരണത്തെ വലിയ ഭയമായിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ ഒരു രോഗവുമില്ലാതെ തന്നെ 2 മാസം കൂടുമ്പോൾ ആശുപത്രിയിൽ ചെന്ന് അവരുടെ പല ചെക്കപ്പും വെറുതെ നടത്തുമത്രേ, എന്തെങ്കിലും രോഗമുണ്ടോ എന്നറിയാൻ. അങ്ങനെ കഴിഞ്ഞ ദിവസം ചെറിയ അവരുടെ മോളെയും കൂട്ടി ആശുപത്രിയിൽ ചെക്കപ്പിന് പോയതാണ്. അപ്പോൾ ഈ ചെക്കപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും രോഗമുണ്ടോ എന്നുള്ള ഒരു ഭയമുണ്ടാകുമല്ലോ. ആ ഒരു ഭയത്തിൽ പേടിച്ചങ്ങ് അറ്റാക്കായി മരണപ്പെട്ടു. ചെറിയ മോളെയും കൊണ്ടാണ് ആശുപത്രിയിലെത്തിയത്. പ്രിയപ്പെട്ടവരെ, മരണത്തെ ഭയക്കുകയല്ല വേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് വേണ്ടത്. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമുക്ക് ആ ഭയം മാറിക്കിട്ടും. നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് തന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. നമ്മൾ മരണത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പിലും നിൽക്കുമ്പോൾ മരണത്തോടുള്ള ആ ഭയം നമുക്ക് മാറിക്കിട്ടും. നമ്മളെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, പിന്നെ എന്തിനാ ഭയക്കണ്ടേ? പടച്ചറബിലേക്കാണ് നമ്മൾ മടങ്ങാൻ പോകുന്നത്. അതിനുള്ളൊരു തയ്യാറെടുപ്പ് എല്ലാവരും നടത്തണം. ഒരു തയ്യാറെടുപ്പുമില്ലാതെ ഒരാൾ മരണപ്പെട്ടു പോയാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. മരിക്കുന്ന ആ ഒരു സമയത്ത് വല്ലാത്തൊരു ഭയമായിരിക്കും, വെപ്രാളമായിരിക്കും. അതേ സ്ഥാനത്ത് എല്ലാം തയ്യാറെടുത്ത ഒരു മനുഷ്യൻ്റെ മരണം അത് വല്ലാത്തൊരു സുന്ദരമായ മരണമായിരിക്കും. പടച്ചറബ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പൊന്നുമോൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഹസ്ന എന്ന ഈ ഒരു പൊന്നുമോള് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. ആ പൊന്നുമോളുടെ പാപങ്ങളൊക്കെ നീ പുറത്ത് ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. മഹ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചറബ്ബേ, സ്വർഗം കൊടുക്കണേ അല്ലാഹ്. നരകം നീ ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. ആ പൊന്നുമോളുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. നാളെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പുറത്ത് റബ്ബേ, ആ പൊന്നുമോളുടെ പൊന്നുപ്പാൻ്റെ പൊന്നുമ്മാൻ്റെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. മക്കൾ മരണപ്പെട്ട ഓരോ മാതാപിതാക്കളെയും ഞങ്ങൾ കണ്ടതാണ് റബ്ബേ. ഒരുപാട് മാതാപിതാക്കളുടെ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലാണ് റബ്ബേ. അവർക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ.
നമ്മുടെ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.